പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്തു നോക്കൂട്ടോ. എന്തായാലും അവർക്ക് ഇഷ്ടമാവും. എത്ര വേണമെന്നുണ്ടെങ്കിലും കഴിച്ചു പോകും. അപ്പോൾ ഇതിൽ പച്ചക്കറി ചേർത്തിട്ടുണ്ട് എന്നൊന്നും അറിയില്ല കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 100 ഗ്രാം ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ചെറിയ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്യാരറ്റോ ക്യാബേജോ അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും പാകത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എല്ലാം കൂടി ഒന്നങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള അതായത് എന്ത് പച്ചക്കറിയാണോ ഉള്ളത് അതൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് ക്യാബേജ് പോലുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് അരച്ചെടുത്തതിന് ശേഷം ഇനി ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പിച്ചി മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതാ ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൽ നിന്ന് നമുക്കിതാ ഇതുപോലെ കുറച്ചൊരു വലിയ ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. ഒരു നാരങ്ങയെടുക്കായും കുറച്ച് വലിപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് കനത്തിൽ പരത്തരുത്. ഒന്ന് കനം കുറച്ചിട്ട് ഒന്ന് കട്ടി കുറച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓയിലായാലും മതി ബട്ടർ ഇല്ലെങ്കിൽ. അപ്പോൾ ആ ഒരു ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഈ ചിക്കനൊക്കെ ഒന്ന് സാവധാനം ഒന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ ഇതവിടെ കുക്കായി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ബർഗർ ബണ്ണ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബണ്ണിനെ നമുക്കിതാ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാനിൽ ഇതുപോലെ കുറച്ച് ബട്ടറാക്കി കൊടുത്തിട്ട് ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഈ ഒരു ബട്ടറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് ടോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് ചെറുതായിട്ട് അങ്ങ് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഒരു പീസ് ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ മറ്റേ പീസും വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചൂടാക്കിയെടുത്തിട്ട് ഒന്നങ്ങ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പാറ്റി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു സ്ലൈസ് ചീസ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചീസ് ഒന്നങ്ങ് ചൂടായി വരണം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, ആ ഒരു ചീസ് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്നങ്ങ് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതെടുത്തിട്ട് ബണ്ണിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ അടിഭാഗത്തുള്ള പീസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള സവാള വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളിയും വട്ടത്തിലരിഞ്ഞത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ ലെറ്റ്യൂസ് എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ലെറ്റ്യൂസ് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് നോക്കുമ്പോൾ കേട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കളഞ്ഞു, അത് വെച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ എന്തായാലും വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഈ ഒരു ബണ്ണിൻ്റെ പീസും കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബർഗർ റെഡിയായി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ബർഗറൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ പാറ്റിയിൽ ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ അങ്ങ് അരച്ച് ചേർത്തുണ്ടാക്കിയാൽ മതി കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.